വിദ്യാർത്ഥി യുവജന രംഗത്തെ തീക്ഷ്ണ സമരങ്ങളുടെ അനുഭവമായാണ് എ പ്രസാദ് കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്ക് വരുന്നത്. ജനങ്ങൾക്കൊപ്പം നിന്ന് തൃശൂരിനെ കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ലക്ഷ്യമെന്ന് എ പ്രസാദ് പറഞ്ഞു. ഈ ഒരു ക്രിസ്മസ് ദിനത്തിൽ തന്നെ ഇങ്ങനെ ഒരു ഡെപ്യൂട്ടി മേയറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പം എങ്ങനെ കാണുന്നു ഈ ഒരു സന്തോഷത്തെ? തീർച്ചയായും സന്തോഷകരമായ നിമിഷം തന്നെയാണ്. കേരള വിദ്യാർത്ഥി യൂണിയൻ്റെ ഒരു സാധാരണ പ്രവർത്തകനായി വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ കടന്ന വ്യക്തിയാണ് ഞാൻ. എന്നെ സംബന്ധിച്ച് പാർട്ടി ഇത്തരമൊരു ഉത്തരവാദിത്വം ഏൽപ്പിക്കുമ്പോൾ തീർത്തും സന്തോഷമുണ്ട്. തീർച്ചയായും ജനങ്ങളും പാർട്ടിയും ഏൽപ്പിക്കുന്ന ഈ ഉത്തരവാദിത്വം ആ വിശ്വാസത്തോടു കൂടി തന്നെ സംരക്ഷിച്ച് മുന്നോട്ട് പോകും. ഇനി എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് നടപ്പിലാക്കാൻ പോകുന്നത്? കഴിഞ്ഞ 10 വർഷക്കാലം കോർപ്പറേഷനകത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭരണമായിരുന്നു. ജനങ്ങളെ കേൾക്കാതെ അല്ലെങ്കിൽ ജനങ്ങളുടെ വികാരങ്ങളെ മാനിക്കാതെ ധിക്കാരപരമായ സമീപനവുമായിട്ടാണ് 10 വർഷക്കാലം LDF ഭരണം മുന്നോട്ട് പോയത്. ആ ഭരണത്തിനെതിരായ ജനങ്ങളുടെ വിധിയെഴുത്തുകൂടിയാണ് ഐക്യജനാധിപത്യ മുന്നണിയുടെ UDF വൻ വിജയം എന്ന് പറയുന്നത്. UDF വലിയ തോതിലുള്ള വോട്ടും സീറ്റും നൽകിയാണ് ജനങ്ങൾ കോൺഗ്രസിനെയും UDF സ്വീകരിച്ചിട്ടുള്ളത്. സ്വാഭാവികമായും ആ ജനങ്ങളുടെ വിശ്വാസം സംരക്ഷിച്ചുകൊണ്ട് തന്നെ കോൺഗ്രസും UDF നേതൃത്വം മുന്നോട്ട് കൊണ്ടുപോകും. ജനങ്ങളെ കേട്ടുകൊണ്ട്, നഗരത്തിലെ ജനങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ കേട്ടുകൊണ്ട്, അവരെ ഉൾക്കൊണ്ടുകൊണ്ട്, അവർ വികാരത്തെ മാനിച്ചുകൊണ്ട് തന്നെ കോൺഗ്രസ് ഭരണം മുന്നോട്ട് കൊണ്ടുപോകും.